സയൻസിനെ കുറിച്ച് പറയുന്ന അത്ര ആവേശത്തോടെ നമ്മൾ ഭാഷയെക്കുറിച്ച് സംസാരിക്കാറുണ്ടോ എന്ന കാര്യത്തിൽ എനിക്കിപ്പം സംശയം ഉണ്ട്. ശാസ്ത്രബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ ശാസ്ത്രബോധത്തിനും ശാസ്ത്രീയ ചിന്തകൾക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്ന അത്ര ആവേശത്തോടു കൂടി ഭാഷയെ നമ്മൾ പരിഗണിക്കാറില്ല എന്ന് തോന്നാറുണ്ട്. മാഷ ആ ഒരു തലമാണ് പവിത്ര മാഷയുടെ ഇന്നത്തെ പ്രഭാഷണത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത്. സാമൂഹ്യ മാറ്റത്തിൻ്റെ അടിത്തറയായിട്ട് വരേണ്ടത് ഭാഷയാണ് എന്ന ഒരു കാഴ്ചപ്പാട്. അത് പരിഷത്തടക്കമുള്ള ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സ് തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. നമുക്ക് നേരത്തെയുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, വളരെ ആശയപരമായിട്ട് വലിയ കാര്യങ്ങൾ പറയുകയും എന്നാൽ പ്രായോഗികമായിട്ട് അതിനെ മുഴുവൻ ഇല്ലാതാക്കുകയും ചെയ്യാൻ നമുക്ക് യാതൊരു എളുപ്പവും ഇല്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അഹം ബ്രഹ്മാസ്മി എന്നോ തത്വമസി എന്നൊക്കെ പോലെയുള്ള വലിയ വലിയ ആശയങ്ങൾ നമ്മൾ പറയും. അതാണ് നമ്മുടെ സനാതന ധർമ്മമെന്നും അതാണ് നമ്മൾ എന്നൊക്കെ നമ്മൾ മണിക്കൂറുകളോളം സംസാരിക്കുകയും പ്രഭാഷണം നടത്തുകയും പുസ്തകം എഴുതുകയൊക്കെ ചെയ്യും. പക്ഷേ നീ ചെറുമ്പനാണ്, നീ പാണനാണ്, മാറി നിൽക്കുന്ന അതിൻ്റെ അതോട് കൂടെ തന്നെ പറയും. അവിടെ അഹം ബ്രഹ്മാസ്മി ഇല്ല. അഹം ബ്രഹ്മാസ്മി പാഠത്തിലാണ്, ടെക്സ്റ്റിലാണ്, ഗ്രന്ഥത്തിലാണ്. തൊട്ടടുത്ത് നിൽക്കുന്നവനോട് അഹം ബ്രഹ്മാസ്മി ഇല്ല എന്നർത്ഥം. ഇത് നമുക്ക് ഭാഷയിലും ഇങ്ങനെ തന്നെയാണ്. വന്ന് നമുക്കിപ്പം കേരളത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ മലയാളം മാതൃഭാഷയായിട്ട് പഠിക്കുന്ന കുട്ടികളെ കാണണമെങ്കിൽ നമ്മൾ മൈക്രോസ്കോപ്പായിട്ട് പോകേണ്ടി വരും എന്നുള്ള സ്ഥിതിയാണ്. ആദ്യം നമ്മൾ പറഞ്ഞിരുന്നത് ഒരു ഡിവിഷൻ മലയാളത്തിലുണ്ടെങ്കിൽ വേറൊരു ഡിവിഷൻ ഇംഗ്ലീഷിലായിക്കോട്ടെ, കുഴപ്പമില്ല എന്നാണ്. ഇപ്പോഴെന്താ സ്ഥിതി വെച്ചാൽ 8 ഡിവിഷൻ ഉണ്ടെങ്കിൽ 7 ഡിവിഷൻ മലയാളത്തിലും ഇംഗ്ലീഷിലും, ഒരു ഡിവിഷൻ മാത്രം മലയാളത്തിലും. ആ 8ാമത്തെ ഡിവിഷനിൽ 5ഓ 6ഓ കുട്ടികളെ ഉണ്ടാവുള്ളൂ. അവർ തന്നെ ചിലപ്പോൾ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരോ മറ്റ് അന്യസംസ്ഥാനത്തു നിന്ന് വന്നവരോ ഒക്കെ ആയിരിക്കും ഈ മലയാളം മാതൃഭാഷയിൽ പഠിക്കുന്നത്. ഇങ്ങനെ ഒരു നയം നമ്മുടെ വിദ്യാലയങ്ങളിൽ നടക്കുമ്പോൾ നമ്മുടെ വിദ്യാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷ സംഘടനകൾക്കോ ഭരണം നടത്തുന്ന ഇടതുപക്ഷ സർക്കാരിനോ അതിൻ്റെ മന്ത്രിക്കോ വിദ്യാഭ്യാസ വകുപ്പിനോ യാതൊരു മനസാക്ഷി കുത്തും ഇല്ല എന്നതാണ്. നമുക്കതിൽ യാതൊരു പരിഭ്രമവും ഇല്ല. ഇത് നമ്മളൊരു റിയാലിറ്റി ആയിട്ട് നമ്മളങ്ങോട്ട് സ്വീകരിച്ചിരിക്കുന്നു. ഇതിൽ ഏറ്റവും വലിയ ചതി നമ്മൾ ആരോടാണ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷ് മീഡിയം തിരഞ്ഞെടുത്ത മലയാളികളായിട്ടുള്ള കുട്ടികളോടാണ് നമ്മൾ ഏറ്റവും വലിയ ചതി ചെയ്യുന്നത്. കാരണം സാധാരണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒന്നുമില്ലെങ്കിലും ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ അവിടെയുള്ള അധ്യാപകർക്ക് കഴിയും. അങ്ങനെയുള്ള ആളുകളെയാണ് അവർ തിരഞ്ഞെടുക്കുക. അതിന് വേറെ എന്തൊക്കെ പരിമിതി ഉണ്ടെങ്കിലും നമ്മൾ അതുപോലും ഇല്ല. നമ്മുടെ ഈ പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള പരിശീലനം കൊടുത്തിട്ടില്ല. മാത്രമല്ല 1ഉം 2ഉം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് EVS അടക്കമുള്ള നമ്മൾ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്നാണല്ലോ പറയാം. മലയാളത്തിൻ്റെ ഭാഷ ഒഴിച്ച് ബാക്കി വിഷയങ്ങൾക്കൊന്നും ടെക്സ്റ്റ് ഇല്ല. കാരണം ഈ ടെക്സ്റ്റ് നിൽക്കുന്നത് എവിടെയാണ്? മലയാളത്തിലാണ്. എന്നാൽ ഇംഗ്ലീഷ് മീഡിയം തിരഞ്ഞെടുത്ത കുട്ടികൾക്ക് EVSൻ്റെ ടെക്സ്റ്റ് ഇംഗ്ലീഷിൽ തയ്യാറാക്കി കൊടുക്കണ്ടേ? അത് നമ്മൾ ചെയ്യൂല. കാരണം എന്താണ്? മാതൃഭാഷയ്ക്ക് വേണ്ടി പറയുന്നവരല്ലേ നമ്മൾ. പിന്നെ എങ്ങനെ നമ്മൾ EVSന് ഇംഗ്ലീഷിൽ ടെക്സ്റ്റ് ഉണ്ടാക്കും? അപ്പോൾ ഒരേ സമയത്ത് നമ്മുടെ ഒരു നിലപാടാണ് ഞാൻ പറയുന്നത്. കുട്ടികൾ മുഴുവൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർന്നോടെ, പക്ഷേ പാഠപുസ്തകം ഇംഗ്ലീഷ് മീഡിയത്തിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കില്ല. എന്നിട്ട് അധ്യാപകരെന്ത് ചെയ്യണം? മലയാളം മീഡിയത്തിലുള്ള പാഠപുസ്തകം തത്സമയം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പുതിയ പുതിയ ഡിവൈസസ്, പഠിക്കാനുള്ള സാധനം മാത്രമല്ല അതിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഭാഷയിൽ പുതിയതായിട്ട് ഉണ്ടാക്കാൻ കേരളത്തിലെ എത്ര അധ്യാപകർക്ക് കഴിയും? ഈ ഒരു വലിയ ചതി, ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു UDF സർക്കാരാണ് നടപ്പിലാക്കിയിരുന്നെങ്കിൽ നമുക്കൊക്കെ സമരം ചെയ്യായിരുന്നു. ഇപ്പോൾ നമുക്ക് മിണ്ടാൻ പറ്റില്ലല്ലോ. ഇടതുപക്ഷം മാറി ഇനിയൊരു UDF എന്നാലല്ലേ നമുക്ക് സമരം ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ധർമ്മസങ്കടത്തിലാണ് കേരളത്തിലെ പൊതുസമൂഹം ഇപ്പോൾ വന്ന് പെട്ടിരിക്കുന്നത്. ഇതിനെ എങ്ങനെ മറികടക്കാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ഭാഷയിലുള്ള കമ്മ്യൂണിക്കേഷൻ സാധാരണ 3 തരത്തിൽ നടക്കാറുണ്ട് എന്ന് പറയും. ഒന്ന്, ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങൾ ഇത്ര ആളുകളാണ് എൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ ഞാൻ വേറൊരു വ്യക്തിയോട് സംസാരിക്കുന്നു, ഒരു ഇൻ്റർപേഴ്സണൽ എന്ന് പറയാം. രണ്ടാമത്തത് ഒരു മാസ് കമ്മ്യൂണിക്കേഷനാണ്. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ ബിജുമോഹനോട് എൻ്റെ ബിജുമോഹൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഒരു പ്രഭാഷണം, സുനിൽ മാഷയുടെ പ്രഭാഷണം ആരൊക്കെ എത്ര ലക്ഷം ആൾ കേട്ടൊന്നും മാഷക്ക് അറിയില്ലല്ലോ. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട്. വേറെ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട്, അതിന് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുക. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബസ് കയറിയിട്ട് ഇവിടെ എത്തുന്നത് വരെ ഞാൻ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
ഞാൻ രാവിലെ എണീറ്റിട്ട് ആദ്യത്തെ ചായ വെക്കുന്ന സമയത്ത് മുതൽക്ക് അവസാനത്തെ സാമ്പാർ ഇറക്കി വറവിടുന്നത് വരെയുള്ള സമയം ഞാൻ എന്നോട് സംസാരിക്കുകയാണ്, ഇനി പരിപ്പടുപ്പത്ത് വെക്കണം, അത് കഴിഞ്ഞിട്ട് ചോറിന് വെള്ളം വയ്ക്കുക, അപ്പോൾ നാളികേരം ചിരവ, ഇന്നിപ്പോൾ നാളികേരം വറക്കണ്ട, അല്ലെങ്കിൽ വറുത്തരയ്ക്കണ്ട, ഇന്ന് എളുപ്പത്തിൽ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും നമ്മളോട് തന്നെ സംസാരിക്കുന്നുണ്ട്. ഇതാണ് ഇൻട്രാപേഴ്സണൽ എന്ന് പറയുന്ന നമ്മളോടുള്ള ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ. ഈ കമ്മ്യൂണിക്കേഷൻ ഏത് ഭാഷയിലാണ് നടക്കുക? ഒരു കുട്ടിയുടെ കാര്യത്തിലല്ല, മുതിർന്ന ആളുകളുടെ കാര്യത്തിലാണെങ്കിലും നേരത്തെ പവിത്ര മാഷ് പറഞ്ഞ ആയമാരുടെ ഭാഷയിൽ അല്ലെങ്കിൽ നാട്ടുഭാഷയിൽ ആണിത് സംഭവിക്കുന്നത്. അപ്പോൾ കുട്ടിക്ക് വിദ്യാഭ്യാസത്തിൽ എന്താ നഷ്ടപ്പെടുന്നത്? കുട്ടി വീട്ടിലിരിക്കുന്ന സമയം മുഴുവനും, അവിടെ നിന്ന് സ്കൂൾ ബസ് കയറി സ്കൂളിലെത്തുന്ന സമയം മുഴുവനും, ക്ലാസ് കഴിച്ച് ബാക്കി എല്ലാ സമയവും കുട്ടിയോട് സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട്. കുട്ടി വഴിയിൽ കണ്ട പൂവിനോടും ചെടിയോടും പുഴയോടും നിരത്തിനോടും വഴിയിൽ കണ്ട ആളുകളോടും ഒക്കെ ശബ്ദമില്ലാതെ ഇൻട്രാക്ട് ചെയ്യുന്നൊരു ഭാഷയുണ്ട്. മാഷോടുള്ള ദേഷ്യം തീർക്കുന്നൊരു ഭാഷയുണ്ട്. ടീച്ചർ ചീത്ത പറഞ്ഞതിനെക്കുറിച്ച് പ്രതികരിക്കുന്ന ഒരു ഭാഷയുണ്ട്. അത് ഉള്ളിലാണ്. അച്ഛനും അമ്മയോടും പ്രതികരിക്കുന്ന ഭാഷ, ഇതൊക്കെ ഉള്ളിലാണ്. ഈ ഉള്ളിലുള്ള സംഭാഷണം മുഴുവനും മാതൃഭാഷയിൽ നടക്കുമ്പോഴാണ് ക്ലാസ് മുറിയിൽ മാത്രം കുട്ടിക്ക് ഇംഗ്ലീഷ് ഭാഷയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു പഠന പ്രക്രിയ നടക്കുന്നത്. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കുട്ടിക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു ചെടിയെ, ഒരു പൂവിനെ കുറിച്ചിട്ട് അധ്യാപിക കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലൊരു പൂവ് എൻ്റെ വീടിൻ്റെ അടുത്തുണ്ടെന്ന് കുട്ടിക്ക് പറയാൻ പറ്റില്ല. കാരണം അത് പറയണമെങ്കിൽ കുട്ടിയുടെ ഭാഷയിലേ പറയാൻ പറ്റുള്ളൂ. ഞാനിത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതിങ്ങനെയല്ല. ടീച്ചർ കാണിച്ച 4 ഇതളുള്ളൂ, ആ പൂവിന് ശരിക്കും 5 ഇതളുണ്ട്, എൻ്റെ വീടിൻ്റെ അപ്പുറത്തൊരു കുറ്റിക്കാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് കുട്ടിക്ക് പറയാൻ പറ്റില്ല. കാരണം ആ ഭാഷ കുട്ടിക്കില്ല. ഇങ്ങനെ യഥാർത്ഥത്തിൽ അംഗവൈകല്യം സംഭവിച്ച ഒരു ഭാഷയിലാണ് നമ്മുടെ കുട്ടികൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭാഷയുടെ വേറെ ഒരു പ്രധാനപ്പെട്ടൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭാഷയുടെ സർഗാത്മകത മാത്രമല്ല, ഭാഷയിലെ സർഗാത്മകതയും രണ്ടാണ്. ഇപ്പോൾ നമ്മൾ കർണാടക സംഗീതമൊക്കെ പഠിക്കുന്ന സമയത്ത് മനോധർമ്മം ചെയ്യാന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ആലാപനത്തിലൊക്കെ. അതായത് വയലിൻ വായിക്കുന്ന ആൾ കണ്ണൂരിൽ നിന്ന് വന്ന ആളായിരിക്കും, മൃദംഗം വായിക്കുന്ന ആൾ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ആളായിരിക്കും, പാട്ട് പാടുന്ന ആൾ ഒരുപക്ഷെ കോട്ടക്കലുള്ള ആളായിരിക്കും, മധുവായിട്ടായിരിക്കും. അവരൊരു സമയത്ത് നിന്ന് കച്ചേരി നടത്തുകയാണ്. ശങ്കരാഭരണ രാഗത്തിലൊരു കച്ചേരി, അല്ലെങ്കിൽ തോടി രാഗത്തിലൊരു കച്ചേരി നടത്തുന്ന സമയത്ത് ഈ വായ്പാട്ട് പാടുന്ന ആൾ എന്തൊക്കെ സ്വരങ്ങളാണ് ആ സമയത്ത് അയാൾ പാടുക എന്ന് അയാൾക്കറിയില്ല. ഇതേ രാഗം അയാൾ ഇന്നലെ പാടിയപ്പോൾ പാടിയ സ്വരങ്ങളോ ആലാപന രീതിയോ ഒന്നല്ല അയാൾ ഉപയോഗിക്കുന്നത്. അത് തത്സമയം ക്രിയേറ്റ് ചെയ്യാണ്. ഇതിനാണ് നമ്മൾ മനോധർമ്മം എന്ന് പറയുന്നത്. ഇതേപോലെ വയലിനിസ്റ്റും അപ്പോൾ ക്രിയേറ്റ് ചെയ്യണം. ഈ തത്സമയം ക്രിയേറ്റ് ചെയ്യുന്നത് സംഗീതത്തിൽ മാത്രമല്ല. ഇപ്പം ഞാൻ നിങ്ങളടുത്ത് ഇവിടെ ഒന്ന് സംസാരിക്കുന്നു, അല്ലെങ്കിൽ പവിത്രൻ മാഷ് ഇവിടെ ഒന്ന് സംസാരിക്കുന്നു. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, പവിത്രൻ മാഷ് ഒരു വാക്ക് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് ഏതായിരിക്കും ഉപയോഗിക്കുക എന്നുള്ളത് പവിത്രൻ മാഷിക്ക് കാണാപ്പാടം പഠിച്ച് വരാൻ പറ്റില്ല. അത് പ്ലാൻ ചെയ്ത് വെക്കാൻ പറ്റില്ല. ഞാൻ എന്ന് പറഞ്ഞതിൻ്റെ ശേഷം ഏതു വാക്ക് വരുന്നുള്ളത് എൻ്റെ തലച്ചോറിൽ ഇപ്പം തോന്നുന്ന ഒരു സന്ദർഭത്തിൽ സ്വമേധയ ഉണ്ടായി വരുന്നതാണ്. ഈ ഒരു സർഗാത്മകതയുണ്ട്. ഈ സർഗാത്മകത നമുക്ക് നമ്മുടെ മാതൃഭാഷയിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള തെരുവിലും നമ്മുടെ അങ്ങാടിയിലും നമ്മുടെ വീട്ടിലുള്ള ഭാഷയിലേ സാധ്യമാവുള്ളൂ. അതുകൊണ്ട് കേരളത്തിൽ നിർബന്ധമായിട്ടും നമ്മുടെ ഹിപ്പോക്രസി ഉണ്ടല്ലോ, ഇടതുപക്ഷത്തിൻ്റെ ഒരു ഹിപ്പോക്രസി, മറ്റവരിൽ നമ്മളത് പ്രതീക്ഷിക്കുന്നില്ലോ. ഇടതുപക്ഷത്തിൻ്റെ ഒരു ഹിപ്പോക്രസി, അതായത് ഇത്തരം സമരങ്ങൾ ഏറ്റെടുക്കാൻ ഭാഷയിൽ നടക്കുന്ന അശ്ലീലമുണ്ടല്ലോ, മാതൃഭാഷയുടെ പഠനത്തിൽ നടക്കുന്ന അശ്ലീലം നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നിങ്ങളെ തൊട്ടടുത്ത വീട്ടിലൊരു LP സ്കൂളിലേക്ക് പോയി നോക്കിയാൽ മതി. അവിടെ ഇക്കൊല്ലം സ്കൂളിൽ ചേർന്നതിൽ എത്ര കുട്ടികളുണ്ടാകെ, അതിലെത്ര കുട്ടികൾ മാതൃഭാഷയിൽ പഠനം നടത്തുന്നു, എത്ര കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നു. ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അല്ലെങ്കിൽ അധ്യാപകർക്ക് എന്തു പരിശീലനം കിട്ടി? അവർക്കൊരു വിഷയത്തെക്കുറിച്ച് 10 മിനിറ്റ് ഇംഗ്ലീഷിൽ നിർത്താതെ സംസാരിക്കാൻ സാധിക്കുമോ? ഞാൻ വെല്ലുവിളിക്കുന്നു, നമ്മുടെ കേരളത്തിലെ അധ്യാപകരിൽ 90% സാധിക്കില്ല പ്രൈമറി ക്ലാസ് എടുക്കുന്നത്. അവരാണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചതി ഉണ്ടല്ലോ, പൊതുസമൂഹത്തോട് നടത്തുന്ന ഈ ചതിക്കെതിരെ സമരം ചെയ്യാൻ അടുത്ത UDF ഗവൺമെൻറ് വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നന്ദി.